അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് RRBയുടെ ഫസ്റ്റ് ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻ നടത്തിയിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വൃത്തസ്തൂപികയുടെ ഉയരം 6.7 സെൻറ്റിമീറ്ററും പാദ ആരം 17.6 സെൻറ്റിമീറ്ററുമാണ്. അത് ഒരുക്കി 8.8 സെൻറ്റിമീറ്റർ പാദ ആരമുള്ള ഒരു പുതിയ വൃത്തസ്തൂപിക വാർത്തെടുക്കുന്നു. പുതിയ വൃത്തസ്തൂപികയുടെ ഉയരം കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വൃത്തസ്തൂപികയാണല്ലോ. സോ അതിൻ്റെ വിസ്തീർണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 1/3 πr² ആണ്. ഓക്കെ, അപ്പോൾ സോ ഇവിടെ R1 എന്ന് തന്നിട്ടുണ്ട്. R1 എന്ന് പറയുന്നത് 17.6, R2 എന്ന് പറയുന്നത് എത്ര? R2 എന്ന് പറയുന്നത് 8.8, ദെൻ H1 എന്ന് പറയുന്നത് 6.7 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H2 ആണല്ലോ. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/3 πr1² H1 ഈസ് ഈക്വൽ ടു 1/3 πr2² H2. ഇത് 1/3 പൈയും 1/3 പൈയും ക്യാൻസലായിപ്പോൾ. സോ R1² H1 ഈസ് ഈക്വൽ ടു R2² H2 എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് H2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? H2 ഈസ് ഈക്വൽ ടു R1² H1 ഡിവൈഡഡ് ബൈ R2². R1 അറിയാം, R2 അറിയാം, H1 അറിയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ എന്ന് പറയുന്നത് 26/8 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി, ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ടാപ്പുകൾക്ക് ഒരു ജലസംഭരണി യഥാക്രമം 3 മണിക്കൂറും 36 മണിക്കൂറും കൊണ്ട് നിറയ്ക്കാൻ കഴിയും. മൂന്നാമത്തെ ടാപ്പിന് 4 മണിക്കൂറിൽ അത് കാലിയാക്കാൻ കഴിയും. അവയെല്ലാം ഒരുമിച്ച് തുറന്ന് കാലിയായ ജലസംഭരണിയുടെ 1/2 ഭാഗം നിറയാൻ എത്ര സമയം വേണം? അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ടാപ്പ് അല്ലേ, 3 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഒരു ടാങ്കിൽ 1 ലിറ്റർ വെള്ളമാണെന്ന് നമുക്ക് സങ്കല്പിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് അല്ലേ, 3 മണിക്കൂർ കൊണ്ട് ആദ്യത്തെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം നിറയാൻ 3 മണിക്കൂർ വേണം. സോ 1 മണിക്കൂറിൽ എത്ര ഭാഗം നിറയും? 1/3 ലിറ്റർ ഭാഗം നിറയും. രണ്ടാമത്തേതാണെങ്കിൽ 1 മണിക്കൂറിൽ 1/36 ലിറ്റർ ഭാഗം നിറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഒരേ സമയം അവർ തുറന്നു അല്ലേ. ഒരേ സമയം തുറക്കുമ്പോൾ പറയുമ്പോൾ എത്ര ഭാഗം അത് നിറയുന്നു? ദാറ്റ് മീൻസ് 1/3 പ്ലസ് 1/36 ആണല്ലോ. 1/3 പ്ലസ് 1/36, അതായത് നമുക്ക് എത്ര? 30/36 എന്ന് കിട്ടും അല്ലേ. 30/36 ലിറ്റർ നിറയും 1 മണിക്കൂർ കൊണ്ട് അല്ലേ. 1 മണിക്കൂർ കൊണ്ട് 2 ടാപ്പ് ഒരേ സമയം തുറക്കുമ്പോൾ. ഇവിടെ അതേ സമയത്ത് തന്നെ എന്താണ്, മൂന്നാമത്തെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് അത് കാലിയാവുമെന്ന്. അപ്പം 1 മണിക്കൂറിൽ 1/4 പോർഷനാണ് അത് കാലിയാവുന്നത്. അപ്പോൾ ഇതിനെ മൈനസ് ചെയ്യുക. സോ ഇക്വേഷൻ നമുക്ക് ഇത് ചെയ്യുമ്പം എത്ര കിട്ടും? LCM എടുത്ത് 36, 4 LCM എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 13 എത്ര ഇവിടെ ചെയ്യണേ, 30 - 9/36 എന്ന് കിട്ടും. അത്രയും ലിറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 4/36. ദാറ്റ് മീൻസ് 1/9 ലിറ്റർ. അപ്പം 1 അവറിൽ ആണല്ലോ. 1 അവറിൽ 1/9 ലിറ്റർ. 1 അവറിൽ 1/9 ലിറ്റർ ആണല്ലോ. സോ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് 3/2 ഭാഗമാണ്. അതായത് 3/2 ഇൻറ്റു 1/9 ഈസ് ഈക്വൽ ടു എത്ര? 3/2 ഇൻറ്റു 1/9.
ആണ് വേണ്ടത്. അത്രയും ഭാഗമാണ് വേണ്ടത് ആണല്ലോ. സോ ഒരു 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര ആൻസർ? 3 യും 3 യും ക്യാൻസലായിപ്പോവും. സോ ഇവിടെ 2 × 3 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. ഓക്കെ, 6 2 × 3 എന്ന് പറയുമ്പോൾ 6 എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2 6 എന്നുള്ളതാണ്. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 600 പഴങ്ങൾ 3 കുരങ്ങന്മാർക്കിടയിൽ യഥാക്രമം 1/40 1/2 9/3 എന്ന അനുപാതത്തിൽ വിതരണം ചെയ്താൽ മൂന്നാമത്തെ കുരങ്ങിന് എത്ര പഴം കിട്ടും? ഇവിടെ ഇപ്പോൾ നോക്കണേ 9/3 എന്ന് പറയുന്നത് നമുക്കിതിനെ ഒന്ന് മാറ്റിയൊന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ പറയാം 1/14 1/2 എന്നാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു റേഷ്യോ എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു റേഷ്യോ ഇട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ LCM കാണുക, LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചു. ടോട്ടൽ എത്ര? 600 ആണല്ലോ. 600ൻ്റെ എത്ര പോർഷനാണ്? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്നത് കിട്ടുന്ന ആൻസർ ഇവിടെ വരും. അത് 3 ചെയ്യുക. 3 ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. നോക്കുമ്പോൾ 504 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇത് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ചെയ്യുന്ന വിധമാണ് ഞാൻ പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റേതാണെന്നാണ്. ഓക്കെ, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 15-ലധികം സീറ്റുകൾ നേടി. ശരിയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം നേടിയത്. നിയമസഭയിൽ രാഷ്ട്രീയ ജനതാദൾ 4 സീറ്റുകൾ നേടി. അപ്പം ഇത് തെറ്റേതെന്നാണ്. ഓക്കെ, തെറ്റായത് 3ഉം 2ഉമാണ്. 2ആണ് തെറ്റെന്ന് പറയുന്നത്. തൊട്ട് മൂന്നാമത്തെ, നിയമസഭയിൽ രാഷ്ട്രീയ ജനതാദൾ 4 സീറ്റുകൾ നേടി എന്നുള്ളതും ശരിയാണ്. സോ ഓപ്ഷൻ 3 ആണ്, 2 മാത്രമാണ് തെറ്റെന്നുള്ളത്. ഓക്കെ, ഒരു കറണ്ട് അഫെയർസ് ആയിരുന്നേ. ഇംഗ്ലീഷ് അക്ഷരമാലയെ അടിസ്ഥാനമാക്കി തന്നിരിക്കുന്ന 4 അക്ഷരക്കൂട്ടങ്ങളിൽ 3 എണ്ണം ഒരു പ്രത്യേക രീതിയിൽ സമാനമായവ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുത്തുക. ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത അക്ഷരക്കൂട്ടം ഏത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടാത്ത നോക്കുക. FKOR നമുക്ക് നോക്കുവാണെങ്കിൽ എഫ് കഴിഞ്ഞിട്ട് GHIJK, അതായത് ഇതിനിടയിൽ 4 ലെറ്ററുകളുണ്ട്. ഇത് തമ്മിടയിൽ 4 ലെറ്ററുണ്ട്. എടുത്ത് നോക്കുവാണെങ്കിൽ K കഴിഞ്ഞിട്ടാണെങ്കിൽ LMNO, അത് കഴിഞ്ഞിട്ട് 3 ലെറ്ററാണ്. ഇവിടെ O കഴിഞ്ഞിട്ട് PQR, അടുത്ത 2 ലെറ്റർ. അപ്പോൾ 4-3-2 എന്ന് പറയുന്ന പാറ്റേണാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതേ രീതി തന്നെയാണ് ഈ ഒരു 3 എണ്ണവും ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ FYUB ആണെങ്കിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു പാറ്റേൺ അല്ല അവർ ഫോം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എഫ് കഴിഞ്ഞിട്ട് Y, ഇത് തമ്മിൽ നല്ല ഡിസ്റ്റൻസ്. Y കഴിഞ്ഞിട്ടല്ലല്ലോ U വരുന്നത് അല്ലേ? ഈ ഒരു പാറ്റേൺ ഒരു വ്യത്യാസമാണ്. ഓക്കെ, ഇത് ഈ ഒരു അവർ തന്നിരിക്കുന്ന മറ്റ് ഗ്രൂപ്പുകളെ അടങ്ങിയിരിക്കുന്ന അതേ പാറ്റേണല്ല ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 67ാമത് ആനുവൽ ഗ്രാമി അവാർഡ്സിൽ ആരാണ് ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്? 2025 67ാമത് ആനുവൽ ഗ്രാമി അവാർഡ് ആൽബം ഓഫ് ദി ഇയർ നേടിയത് ബിയോൺസെ. കൗബോയ് കാർട്ടർ ബിയോൺസെ ആണ്. ഓക്കെ, ബിയോൺസെ ആണ്. ഒരു ഫോർമുല മറ്റൊരു ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ MX എക്സലിൽ ഏത് തരം സെൽ റെഫറൻസ് ആണ് കോളൻ ലെറ്റർ, റോ നമ്പർ എന്നിവ 2 ഓട്ടോമാറ്റിക്കായി മോഡിഫൈ ചെയ്യുന്നത്?
ഒരു ഫോർമുല മറ്റൊരു ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ MS എക്സലിൽ എക്സലിലെ കാര്യമാണ് എക്സലിലെ കാര്യമാണ്. ഏത് തരം സെൽ റെഫറൻസ് ആണ് കോളം, ലെറ്റർ, റോ നമ്പർ എന്നിവ രണ്ടും ഓട്ടോമാറ്റിക്കായി മോഡിഫൈ ചെയ്യുന്നത്? റിലേറ്റീവ് റെഫറൻസ് ആണ്. റിലേറ്റീവ് റെഫറൻസ് ആണ്. പിന്നെ RRBയുടെ എക്സാമിനേഷന് ഇനി പോകുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം ഇടുക. എനിക്ക് കഴിഞ്ഞ RRBയിൽ വന്നൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അപ്പം ഇതിൻ്റെ അത് ഞാൻ പല ക്വസ്റ്റ്യനും സേവ് ആൻഡ് നമ്മൾ അവരെന്നിട്ട് പറയും സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ സ്കോർ കാർഡ് അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ കീ എടുത്ത് നോക്കുമ്പം ഞാൻ അവിടെ ചെയ്ത ആൻസറുകൾ പലതും നോട്ട് ആൻസേർഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. കമ്പ്യൂട്ടറിൻ്റെ മിസ്റ്റേക്ക് വരാനായിട്ട് ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നത് ഞാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും ചില ഓപ്ഷനുകൾ ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ കൊടുക്കാൻ മറന്നുപോയോ എന്നൊരു ഡൗട്ടുണ്ട്. അതാണോ അത് നോട്ട് ആൻസേർഡ് എന്ന് കാണിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെ വരാതിരിക്കുക. നിങ്ങൾ തിരിച്ചു പോയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ആൻസറായിട്ടാണ് അതിന് വരുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ഉറപ്പായിട്ട് നിങ്ങൾ സേവ് ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സേവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇതിൻ്റെ അകത്ത് പലതും നോട്ട് ആൻസേർഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ അത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെല്ലാം ശരിയായിട്ടുള്ളത് ഞാൻ ആൻസർ ചെയ്തെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കവിടെ ഇനി പലർക്കും തോന്നിയോ അതായത് പലരും അത് റിവ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതായിട്ടും എനിക്കൊരു ഓർമ്മയുണ്ട്. പക്ഷേ ആ ഒരു ടെൻസിറ്റി നമ്മൾ അത്രയും ഒരു മണിക്കൂറിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പം ഈവൻ നമുക്ക് ആ ഒരു സ്പോട്ട് ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ചിലപ്പോൾ കൊടുക്കാൻ മറന്നു പോയോ അല്ലെങ്കിൽ കൊടുത്തില്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരാം. സോ അടുത്ത നിങ്ങൾ ഒരിക്കലും മസ്റ്റായിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് തന്നെ പോകണം. എത്ര ആൻസർ ചെയ്തിട്ടുണ്ടോ എത്ര ആൻസർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എത്ര ആൻസർ ചെയ്തിട്ടില്ല എത്ര ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4, 5, 6, 8, 7, 12 എന്ന സംഖ്യയിലെ ഓരോ ഒറ്റസംഖ്യ അക്കത്തിനോട് 1 കൂട്ടിയാൽ ഓരോ ഇരട്ടസംഖ്യ അക്കത്തിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്താൽ അങ്ങനെ രൂപപ്പെടുന്ന സംഖ്യയിലെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 4, 5, 6, 8, 7, 1, 2 എന്ന സംഖ്യയിലെ ഓരോ ഒറ്റസംഖ്യ അക്കത്തിനോട് 1 കൂട്ടി. അപ്പോൾ ഇതിനകത്ത് ഓരോ ഒറ്റസംഖ്യ അക്കത്തിനോടും 1 കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 6 ആയിട്ട് വരും. 7 എന്ന് പറയുന്നത് 8 ആയിട്ട് വരും. 1 എന്ന് പറയുന്നത് 2 ആയിട്ട് വരും. ഇനി ഓരോ ഇരട്ട സംഖ്യ അക്കത്തിനോടും 2 കുറയ്ക്കുകയും ചെയ്യൽ. 4ൻ്റെ കൂടെ 2 കുറച്ചാൽ 2, 6ൻ്റെ കൂടെ 2 കുറച്ചാൽ 4, 8ൻ്റെ കൂടെ 2 കുറച്ചാൽ 6, പിന്നെ 2ൻ്റെ കൂടെ 2 കുറച്ചാൽ 0. അപ്പോൾ ഇതാണ് ഇങ്ങനെ രൂപപ്പെടുന്ന സംഖ്യയിലെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും വലുത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര? 8. ഏറ്റവും ചെറുത് നോക്കുകയാണെങ്കിൽ 0. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8. 8 - 0 എന്ന് പറയുന്നത് എന്താണ്? 8 തന്നെയാണ്. 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം ഇനത്തിൽ രുദ്രാക്ഷ് പാട്ടീലും ആര്യ ബോർസെയും വെള്ളി നേടിയ ISSF ലോകകപ്പ് 2025 എവിടെയാണ് നടന്നത്? എവിടെയാണ്? ലിമ, പെറു. നെക്സ്റ്റ്, എക്സിൻ്റെ സാധ്യമായ മൂല്യം കണ്ടെത്തുക. എക്സിൻ്റെ സാധ്യമായ മൂല്യം കണ്ടെത്തുക എന്നാണ്. x⁴ - 17x² + 16 = 0. അപ്പോൾ അതിന് എക്സിന്
പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു -√12 എന്നാണ്. ഓക്കെ, -√12 എന്നാണ്. ചെയ്ത് നോക്കിയാൽ കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഒരു 10 ക്വസ്റ്റ്യൻ RRBയുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായെന്ന് തോന്നുന്നു. നെക്സ്റ്റ് അടുത്ത പാർട്ടുമായിട്ട്, മൂന്നാമത്തെ പാർട്ടുമായിട്ട് അടുത്ത 10 ക്വസ്റ്റ്യനുമായിട്ട് വരാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.